Muscat vlog. Thank you. And it's a very lovely. After 45 minutes of walk. Hi guys. So, ഞാൻ ഇവിടെ തുടങ്ങുകയാണ് എൻ്റെ മസ്കത്ത് വ്ളോഗ്. സോ ഇപ്പം ടൈം 4:10. നമ്മൾ ആക്ച്വലി ലാൻഡ് ചെയ്തിട്ട് കുറച്ചധികം നേരമായി. പക്ഷെങ്കിൽ എൻ്റെ സിസ്റ്ററിനെ കാണാനാണ് ഇപ്പോൾ ഇവിടെ മസ്കത്തിൽ വന്നിട്ടുള്ളത്. ആൻഡ് അവൾ ഉറങ്ങിപ്പോയി. നമ്മൾ 2 പേരിങ്ങനെ പുറത്ത് തണുത്ത് വിറച്ച് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഇത്രയും തണുക്കുന്ന നേരം അറ്റ്ലീസ്റ്റ് നമ്മൾ മനുഷ്യന്മാരല്ലേ, തണുപ്പ് വന്നാലൊരു എക്സ്പ്രഷനെങ്കിലും ഇടും. പക്ഷെ അത് തരണം ചെയ്തുകൊണ്ട് ഇങ്ങനെ, അതായത് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് തണുപ്പ് വന്നിട്ട് എക്സ്പ്രഷൻ ഇടുന്നില്ല, ഞാൻ തരണം ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പാവം എൻ്റെ ഉമ്മ. ഇതിൻ്റെ കംപ്ലീറ്റ് A to Z, അതായത് മസ്കത്തിൽ വന്നിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, എവിടേക്കാണ് നമ്മൾ പോകുന്നത്, അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഇതിനോടൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ബാക്കി കാണാം. മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, ആസ് യു ഗൈസ് ഓൾ നോ, ഇവിടെ ക്ലൈമറ്റ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നല്ല തണുപ്പുണ്ട്. ആക്ച്വലി ഇത്ര തണുപ്പ് എക്സ്പെക്റ്റ് ചെയ്തിനോ ചോദിച്ചാൽ ചെയ്തിട്ടില്ല. ആൻഡ് ഇത് എൻ്റെ മസ്കത്തിലെ ഫസ്റ്റ് ടൈമാണ് ആൻഡ് ഉമ്മാൻ്റെത് മസ്കത്തിലെ സെക്കൻഡ് ടൈമാണ്. തീർച്ചയായിട്ടും ഞാൻ എങ്ങനെയാണ് മസ്കത്തിലെ കാര്യങ്ങൾ ഫസ്റ്റായിട്ട് കാണുമ്പോഴുള്ളൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് എൻ്റെ വീഡിയോയിലൂടെ മസ്കത്തിനെ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഉറപ്പായിട്ടും കിട്ടും. മസ്കത്തിനെ ഓൾറെഡി അറിയുന്ന ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല, തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫസ്റ്റായിട്ട് കാണുന്ന ആൾക്കാർക്ക് മസ്കത്തിലെ എല്ലാ സ്ഥലവും, ഞാനൊരു 5 ഡേയ്സിലാണ് ഇവിടെ ഉള്ളത്, എല്ലാം കവർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും കുറച്ച് ഫണ്ണും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ വ്ളോഗ് അങ്ങനെ പോവാം. നത്ത് വിറച്ച് വന്ന പാട്ട് ഏതാ പറയ്? മാളിക മുകളിൽ കയറിൻ്റെ മാറോട് തോളതുമ്പം. ഇനി നമ്മൾ ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞാൽ എനിക്ക് ഉമ്മാക്കും പെരാന്താവും. അതിന് മുമ്പ് ഓള് വന്നാൽ ഭാഗ്യം. ആഫ്റ്റർ 1.5 hours 1.5 മണിക്കൂറിന് ശേഷമാണ് ഞാൻ വിളിച്ചപ്പോഴാണ് Aleha guys, finally they are here. This is Filza Sara, this is Ambreen Mehak, and this is cute Aleha Ezel. Beautiful ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. വെൽക്കം അമാന ആൻഡ് ഷമീമ. This is the first gift I received. Welcome to Muscat. Pull. You are my star. So this is a very lovely letter. Welcome to Muscat. I hope you like the card. Yes, I love it. I know you are staying with us for 6 days, but it's okay. Still you are staying with us for 6 days. Why me and my sister are so excited is because our dream is for you to come. We love you more than the things you bring. Once again. Good morning guys. So ഇതാണ് റൂമെന്നുള്ള പുറത്തേക്കുള്ള ഫസ്റ്റ് ഡേ. ടെക്നിക്കലി പറയുമ്പോൾ ഫസ്റ്റ് ഡേ ആണ്. സോ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്, എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ടാൽ നിങ്ങൾക്ക് തിരിയും, വല്ല സൂക്കിലേക്കും ആയിരിക്കും. തീർച്ചയായിട്ടും സൂക്കിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. ആൻഡ് ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. സോ ഫെസ്റ്റിവലും സൂക്കും ആൻഡ് കോർണിഷ്. നമ്മളൊരു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവിടുത്തെ എന്താ പറയുക, കോർണിഷ് വിസിറ്റ് ചെയ്യാൻ, മീൻസ് ഏതെങ്കിലും നാടല്ല, ഗൾഫ് കൺട്രീസിൽ വരുമ്പോൾ അവിടുത്തെ കോർണിഷ് വിസിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഫർലായ ഒരു കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ അവിടത്തേക്കാണ് പോകുന്നത്.
സോ ഇവിടുത്തെ മസ്കത്തിലെ ഒരു ബ്യൂട്ടി ഞാൻ കണ്ടത് ലൈക്ക് ഫുള്ളി സറൗണ്ടഡ് ബൈ മൗണ്ടെയിൻസ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബിക്കോസ് ഐ ലവ് മൗണ്ടെയിൻസ്. സോ ഐ തിങ്ക് യു ഗൈസ് ക്യാൻ സീ നമ്മുടെ ബാക്കിൽ ഒരു വ്യൂ കാണാൻ പറ്റുമായിരിക്കുന്നു. ഹായ് പറമ്മ. ഹായ് 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 ഹായ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു our യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കോർണിഷിലാണ്. അവിടെ എത്തിയിട്ട് നമ്മൾ ബാക്കിയുള്ള വിഷ്വൽസ് കാണിച്ചു തരാം. സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് ലൊക്കേഷൻ. ഇത് ഇവിടുത്തെ സുൽത്താൻ പാലസ് ആണ്. ആൻഡ് ലക്ലി എനിക്കിന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ സ്കൈ ആണ് ഇന്നത്തത് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ലൈക്ക് ആ ഒരു മൗണ്ടെയിൻസും ആ ഒരു സ്കൈൻ്റെയും കോമ്പിനേഷൻ വരുമ്പോൾ നല്ല രസമില്ല കാണാൻ. ഇതെല്ലാം എൻ്റെ ഒരു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഐ ആം വെരി മച്ച് എക്സൈറ്റഡ്. ഇവിടെ കാക്ക ഉണ്ട് ഗൈസ്. ഇത് കാക്ക എവിടുന്ന വന്നേ? നാട്ടിൽ നിന്ന് വന്നതാ അല്ലേ? ഇന്നലത്തെ ഫ്ലൈറ്റിൽ വന്നതായിരിക്കും, ചാൻസ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ പാലസ് ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. Look at the mountain. എന്ത് ജ്യൂസ്? ബാസ്ക്കറ്റ് ജ്യൂസാ? വാങ്ങിച്ചരാ. കമാ ജ്യൂസ് വാങ്ങിച്ചരാ. അതാ കണ്ടുപോയി. ഉമ്മ ഈസ് ബൈയിങ് ജ്യൂസ്. ചിരിച്ച അവന്യൂസ് മാളിലാണ്. ആൻഡ് ദിസ് ഇസ് ക്വൈറ്റ് ബിഗ് ആൻഡ് സ്പേഷ്യസ്. അപ്പം ഇവിടെയും കണ്ടൊരു ലെസ് ക്രൗഡഡ് ആണ്. അതുകൊണ്ട് നല്ല സമാധാനത്തിൽ എന്താ പറയുക, എല്ലാവരും കൂടി എൻജോയ് ചെയ്ത് സമാധാനത്തിൽ നമുക്ക് പർച്ചേസ് ആണെങ്കിലും എന്താണെങ്കിലും. ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു ഒരു ഫെസ്റ്റിവൽ കാണാൻ പോകുന്നുണ്ട് എന്നുള്ളത്. ബട്ട് അവിടെ കുറച്ച് നമ്മൾ ഈവനിങ് ടൈമിന് പോയാലാണ് കാര്യമുള്ളൂ. അതുകൊണ്ട് അത് മേ ബി നാളെ ആയിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. This is my life. Daily 1 glass of Horlicks. It's a must thing for me. Hi guys. So നമ്മൾ ഇത്ര നേരം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ
ഒരു പാപ്പ റോട്ടി ഇവിടെ അവന്യൂസ് മാളിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നടത്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. അപ്പോൾ ഇവിടെയുള്ള ഒമാനിലുള്ള ആൾക്കാർക്ക് ഡെയിലി വന്ന് കഴിക്കുന്ന പാപ്പ റോട്ടി ഏത് ഫ്ലോറിലാണ് എവിടെയാണെന്നുള്ളത് അറിയായിട്ട് ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പാപ്പ റോട്ടിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ളത് കാണും. ഫൈനലി ആഫ്റ്റർ 45 minutes ഓഫ് വാക്ക് പാപ്പ റോട്ടി. ഇതാണ് ഒമാനി. ഇതിവിടെ ഐ തിങ്ക് 10-15 വർഷമായി ജീവിക്കുന്നത്. പാപ്പ റോട്ടി കണ്ടുപിടിക്കാൻ ഞാനിവിടെ വന്നിട്ട് ഗൂഗിൾ മാപ്പ് ഇടേണ്ടതാണ്. ദിസ് ഇസ് ദ പാപ്പ റോട്ടി. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ അടിക്കണം. ബൈ. ഫ്ലൈയിങ് കിസ് എടുത്താ ഫ്ലൈ ആണല്ലോ, കിസ് എടുത്തു. ബൈ ഗൈസ്.